നമ്മൾ പണ്ടൊരു ചെറിയൊരു വീഡിയോ ഇട്ട് ഓർക്കണ്ടോ, കുറച്ച് ചീരയൊക്കെ നട്ടത്. ആ ചീരയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പച്ച വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് നല്ല സവോള, നൈസായിട്ട് അരിഞ്ഞ സവോള ഇട്ട് നല്ലോണം അങ്ങ് വഴറ്റുക. ഈ സവോള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗണിഷ് കളറ്, ബ്രൗൺ ആവണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറുക. അതുവരെ നല്ലോണം വഴറ്റി എടുക്കുക നമ്മൾ. ഏകദേശം ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ച ചുവന്നുള്ളിയുടെ ഒക്കെ ഒരു മണം അടിച്ച് കയറുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ, അടിപൊളിയാണ്. നമുക്ക് അപ്പോഴേ അത് വേഗം ഒന്ന് കറിയായിരുന്നെങ്കിൽ ചോറ് കൂട്ടി കഴിക്കാമെന്ന് ഒരു തോന്നൽ വരും നമുക്ക്. അതുപോലെ ഒരു മണം. എനിക്ക് അത്ര ഇഷ്ടമാട്ടോ ചുവന്നുള്ളി ഇടുന്നത്. ശരിക്കും ഇതൊക്കെ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ കറിക്ക് ചീര അത്യാവശ്യം നല്ലോണം ചീരയുണ്ട്. അപ്പോൾ ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് ഉപ്പിടണ്ട, കാരണം ഇലയല്ലേ, ഇലക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് വലിച്ചെടുക്കും ഉപ്പൊക്കെ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കണം നമ്മൾ. ഇതൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അതിന് ഈ ഒരു കളറ് ഇപ്പോൾ കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി. ഈ ഒരു ടൈമിൽ വേണം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഇത്രയും മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സവോളയും ചുവന്നുള്ളിയും പച്ചമുളകും പിന്നെ നമ്മൾ അവസാനമായിട്ട് പൊടികളൊക്കെ നല്ലോണം യോജിപ്പിച്ച് ആ മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ലോണം ചിരണ്ടി എടുത്ത തേങ്ങയില്ലേ, തേങ്ങ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5 തേങ്ങയോളം ഉണ്ട്. ആ തേങ്ങ നല്ലോണം ചിരണ്ടി ഇടുക. കുഞ്ഞ് തേങ്ങയാണ് കേട്ടോ. ആ തേങ്ങ ഒരു 1.5 മുറിയോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ചീര ഉള്ളതുകൊണ്ട് ഏകദേശം അത്രയും തേങ്ങ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് പിന്നെ ഈ ഒലത്തിലൊക്കെ തേങ്ങ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് ഈ പച്ചമുളകും എന്താ പറയുക, നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് യോജിപ്പിച്ച് ആ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ആ പച്ചമണം ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ, കുറയുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കുക. അപ്പം നമുക്ക് നല്ല മണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നല്ലോണം എല്ലാം യോജിപ്പിച്ച് മിക്സാക്കിയതിന് ശേഷം നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ പാനൊന്നും എടുക്കുന്നില്ല. ഇതേ പാനിൽ തന്നെ ഈ തേങ്ങ ചിരണ്ടി ഇത് നമ്മൾ മിക്സ് ചെയ്തതൊന്ന് സൈഡാക്കി വെക്കുന്നു നമ്മൾ. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ട ഇല്ലേ, എനിക്ക് മുട്ടയും കൂടി ഇടുന്നത് ഇഷ്ടമാണ്. മുട്ട മറ്റേ ചീരയുടെ കൂടെ കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ മുട്ട നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് ചിക്കി പൊരിച്ചെടുക്കാൻ പോവാം. നമ്മൾ ഇതേ സെയിം പാനിൽ തന്നെ ചിക്കി പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുട്ട ഒഴിച്ചു. ഇനി പതുക്കെ ഇളക്കി ചിക്കി എടുക്കുക. നമ്മൾ മുട്ടയൊക്കെ നല്ലോണം ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സൈഡിലോട്ട് സൈഡാക്കി വെച്ച് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സും കൂടി മുട്ടയുടെ കൂടെ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. അതായത് ഈ മുട്ടയിൽ ഈ തേങ്ങയും ഇതിൻ്റെ സവോളയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇല്ല, ആ ഒരു മിക്സ്, മസാലയുടെ മിക്സൊക്കെ നല്ലോണം പിടിക്കുന്നത് വരെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത് ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ഭംഗിയിൽ ഇതുപോലെ നമ്മുടെ മിക്സ് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ഇത്രയും മിക്സിനെ നമ്മൾ വീണ്ടും സൈഡാക്കി വയ്ക്കുകയാണ്. ഇനി ഇതാണ് നമ്മുടെ ചീരക്കൂട്ടൻ. ഇതിനകത്ത് ഞാൻ ചീരയുടെ ചെറിയൊരു തണ്ടടക്കം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, അത്രയും എനിക്ക് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് അധികം മൂക്കാത്ത ചീരയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടതിൽ ചെറിയ തണ്ടുകളൊക്കെ ചെറുതായിട്ട് മൂത്തതും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അത്ര ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം നുറുക്കി ഇട്ടു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല കുറേ ചീരയുണ്ട്. അപ്പോൾ ഈ ചീര മൊത്തം ഞാൻ ഇട്ടിട്ട് ഇനി നമ്മൾ ഇളക്കാൻ പോവാണ്. ഇത് കാണുമ്പോൾ നമുക്ക് കുറേ ഉള്ളതുപോലെ തോന്നുമെങ്കിലും ഇതൊന്ന് മൂത്ത് മിക്സായി എന്താ പറയുക, വാടിയൊക്കെ വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ചീഞ്ചട്ടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഇപ്പം
ഉള്ളതിൽ വലിയ ചീഞ്ചട്ടി ഞാൻ എടുത്തേക്കുന്നത്. ചീരയുടെ ക്വാണ്ടിറ്റി ഇത്രയും വരും എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഇത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് കൊള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ കുറേശ്ശെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇളക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും സാരില്ല, നമ്മൾ ഉണ്ടാക്കിയതല്ലേ, കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മൂത്ത് പോകും ഈ ചീരയൊക്കെ, നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് പറിച്ചത്. ചീരയിൽ പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ പിന്നെ ഇളക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ട്. നമ്മളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കി, എന്നിട്ട് നല്ലോണം ഇളക്കി എടുക്കുക. അത് ലാസ്റ്റ് ഞാൻ ഒന്ന് പൊത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി, വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് പൊത്തി വയ്ക്കാമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഒന്ന് ഒപ്പി വെക്കാമെന്നാണ് കേട്ടോ. എന്നിട്ട് ആ മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് 15 to 20 മിനിറ്റ് നല്ലോണം മൂടി വെച്ച് വേവിച്ചിട്ട് ഞാൻ ഒന്നും കൂടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ആ ഇലയൊക്കെ ഒന്ന് വാടി. ഒരുപാട് ഞാൻ വാട്ടിയെടുക്കുന്നില്ല, കാരണം നമ്മൾ പച്ചക്കറിയല്ലേ, ഒരുപാട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ ഇതുപോലെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇളക്കി. പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തു. നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ അതിൻ്റെ എന്താ പറയുക, ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറേ ഉള്ളത് തോന്നിയതുകൊണ്ട്, ഞാൻ ആദ്യമായിട്ടും കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ സംഭവം സക്സസ് ആയിട്ടോ ഗൈസ്. ഇനി ഞാൻ തുടക്കം പറഞ്ഞില്ലേ, ലാസ്റ്റ് നമ്മളൊരു സീക്രട്ട് ചെയ്യുന്നുണ്ടെന്നത് എന്താണെന്ന് പറയാൻ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ നേരത്തെ ഈ പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചില്ലേ, ആ ഒരു ടൈമിൽ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഒരു 1.5 അടപ്പ് പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്നിങ്ങനെ തൂവി കൊടുക്കുക, ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് തുറക്കും. എൻ്റെ മോനെ ഒരു അടിപൊളി മണം വരും, നല്ല ഒലത്ത് കറിയുടെ മണം, നല്ല ടേസ്റ്റാണ്. ചോറ് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.